സർക്കാരിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് കേരളത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ട പണം കൊടുത്ത് പഠിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് തോന്നുന്ന തരത്തിലാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ അദ്ദേഹത്തിന്റെ മറുപടി. സാർ, അവനവന്റെ ആരോഗ്യ കാര്യങ്ങളെക്കാൾ സ്വന്തം ആരോഗ്യത്തെക്കാൾ കുട്ടികളുടെ പഠനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന അച്ഛനമ്മമാരുടെ നാടാണ് കേരളം. അവനവന്റെ കാര്യങ്ങൾ മാറ്റിവെച്ചും കുട്ടികൾ നന്നായി പഠിക്കാനുള്ള അവസരം ഒരുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം കോവിഡും അതിന്റെ പ്രയാസങ്ങളും അതിന്റെ പ്രതിസന്ധിയും അവരുടെ തൊഴിലിനെ ബാധിച്ചു, അവരുടെ വരുമാനത്തെ ബാധിച്ചു, കുട്ടികളുടെ പഠനത്തെ ബാധിച്ചു, അധ്യാപനത്തെ ബാധിച്ചു. ഈ പ്രയാസങ്ങൾക്കെല്ലാം ഒടുവിലും ഒരു 6 ഇഞ്ച് സ്ക്രീനിന്റെ വലുപ്പത്തിൽ കഷ്ടപ്പെട്ട് പഠിച്ച് എല്ലാ ബുദ്ധിമുട്ടുകളും താണ്ടി മര്യാദക്ക് അധ്യയനം നടക്കാതെ, പ്രാക്ടിക്കൽസ് നടക്കാതെ ഒരുപാട് പ്രയാസങ്ങൾക്കൊടുവിൽ ചരിത്ര വിജയം നേടി 99.47% കുട്ടികളും വിജയിച്ച് 1,21,000-ലധികം കുട്ടികൾക്ക് A+ കിട്ടിയിട്ട് അവർക്ക് ചിലപ്പോ ഇഷ്ടപ്പെട്ട വിഷയത്തിൽ പഠിക്കാൻ കഴിയുമായിരിക്കില്ല എന്ന് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രി തന്നെ മറുപടി പറയുന്നത് അത് എത്ര ഗുരുതരമായ സാഹചര്യമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുകയാണ്. സാർ, പ്രതിപക്ഷം ഇതേ സംബന്ധിച്ച് നേരത്തെ ഈ സഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങ് ഒരു പഴയകാല യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനുമാണ്, അങ്ങേക്കും അറിയാം. ഈ കണക്കുകൾ ഒരു മൊത്തക്കണക്കായിട്ട് എടുത്താൽ ഒരിക്കലും അത് നീതിയല്ല എന്നുള്ളത് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. മൊത്തം സീറ്റുകളുടെ കണക്കും മൊത്തം അപേക്ഷകരുടെ കണക്കും മൊത്തം അലോട്ട്മെന്റിന്റെ കണക്കും എടുത്തിട്ട് മാത്രം ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ സാധിക്കില്ല. സാർ, എല്ലാ ജില്ലകളിലും 10%, കുറച്ച് ജില്ലകളിൽ 20% സീറ്റും വർദ്ധിപ്പിച്ചതുകൊണ്ടും ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ സാധിക്കില്ല. സാർ, പാലക്കാട് ജില്ലയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 38,518 ആകെ സീറ്റ് 28,267, 10,251 സീറ്റിന്റെ കുറവുണ്ട്. സാർ, സീറ്റ് വർദ്ധിപ്പിച്ചാൽ പോലും പിന്നെയും 4,598 കുട്ടികൾ പുറത്താണ്. സാർ, ഇത് മാത്രമല്ല പ്രശ്നം. ഇതേ ജില്ലയിൽ തന്നെ പെരുമാട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ബയോളജിക്ക് വേണ്ടി ടോട്ടൽ സീറ്റിന്റെ എണ്ണം അവിടെ 120 വരുമ്പോ അവിടെ അഡ്മിറ്റഡ് ആയിട്ടിരിക്കുന്ന കുട്ടികളുടെ എണ്ണം പലപ്പോഴും 41. അട്ടപ്പാടിയിൽ, അഗളിയിൽ. സാർ, ഞങ്ങൾ ആവർത്തിച്ച് സർക്കാരിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു, ശാസ്ത്രീയമായി പഠിച്ച് വേണ്ട സ്ഥലങ്ങളിൽ സീറ്റ് കൊടുക്കുകയും അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് റീഅറേഞ്ച്മെന്റ് നടത്തി കുട്ടികൾക്ക് തുടർ പഠനത്തിനുള്ള അവസരം ഒരുക്കുന്നതിന് പകരം വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു സമീപനം ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുതെന്ന് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ പ്രതിപക്ഷം പറയാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഒരു ജില്ലയുടെ അടിസ്ഥാനത്തിൽ പോലും കണക്കുകൾ എടുത്താൽ കുട്ടികൾക്ക് വേണ്ടത്ര അഡ്മിഷൻ കൊടുക്കാൻ കഴിയില്ല എന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. സാർ, അങ്ങ് പറഞ്ഞ കണക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം പ്രവേശനത്തിന്റെ തോതാണ് ഇവിടെ അഡ്മിഷന്റെ ഈ കണക്കിന്റെ ബേസ് ആയിട്ട് എടുക്കുന്നത്. സാർ, പ്രവേശനത്തിന്റെ തോതല്ല എടുക്കേണ്ടത്, അപേക്ഷകരുടെ എണ്ണമാണ് എടുക്കേണ്ടത്. പ്രവേശനത്തിന്റെ തോതനുസരിച്ച് നമ്മൾ കണക്കെടുത്താൽ ഉള്ള സീറ്റിലേക്കേ പ്രവേശനം കൊടുക്കുകയുള്ളൂ, ഉള്ള സീറ്റിലേക്കേ പ്രവേശനം നടക്കുകയുള്ളൂ. എന്നാൽ അപേക്ഷകരുടെ എണ്ണം അതിലും എത്രയോ ഇരട്ടിയാണ്, അതിലും എത്രയോ കൂടുതലാണ്. അപേക്ഷകരുടെ എണ്ണം അനുസരിച്ച് അവരിൽ എത്ര പേർക്ക് സീറ്റ് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ലേ നമ്മൾ എടുക്കേണ്ട കണക്ക്. ആ കിട്ടാതെ പുറത്തു പോകുന്ന കുട്ടികൾ എന്ത് ചെയ്യുമെന്നുള്ളതല്ലേ നമ്മുടെ മുമ്പിലുള്ള ആശങ്ക. അത് പരിഹരിക്കാൻ വേണ്ടിയല്ലേ അഡീഷണൽ സീറ്റുകളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ ചില ജില്ലകളിൽ അഡീഷണൽ ബാച്ചുകൾ തന്നെ അനിവാര്യമാണ് എന്ന് ഈ സർക്കാരിന്റെ മുമ്പിൽ രക്ഷിതാക്കളും മാധ്യമങ്ങളും പ്രതിപക്ഷാംഗങ്ങളും എന്തിനധികം പറയുന്നു. ഈ പ്രശ്നത്തിന്റെ ഗൗരവം അപ്പുറത്തിരിക്കുന്ന ആളുകൾക്ക് കൂടി ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ സ്പീക്കർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ +1 കുട്ടികളുടെ പ്രവേശനത്തിന്റെ പ്രശ്നം പരിഹരിക്കണമെന്ന് ഭരണപക്ഷത്തു നിന്ന് തന്നെ ഒരു മുൻ മന്ത്രിക്ക് ഒരു കോളിംഗ് അറ്റൻഷൻ ഈ സഭയിൽ കൊടുക്കേണ്ടതായിട്ട് വന്നത്. അതിനെ ഗൗരവത്തോടെ കാണേണ്ട. സാർ, അങ്ങ് സൂചിപ്പിച്ചു, ജില്ലകളിലെ പ്രശ്നങ്ങൾ സൂചിപ്പിച്ചു. സാർ, ഈ 20% സീറ്റിന്റെ വർധനവ് സംഭവിച്ചാൽ തന്നെ എത്ര ആളുകൾ പുറത്തു നിൽക്കുന്നു എന്നുള്ള കണക്ക് അങ്ങയുടെ പക്കലുണ്ടാവുമല്ലോ. അങ്ങേക്കൊരു വിരൽ തുമ്പിൽ കിട്ടേണ്ട കണക്കാണല്ലോ സാർ അത്. സാർ, ഈ കുട്ടികൾ ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യേണ്ടത്? പഠിക്കാൻ സ്കൂളുകളിലേക്ക് അവർക്ക് പോകാൻ കഴിയാത്ത ഒരു കാലഘട്ടം, അവരുടെ അച്ഛനും അമ്മയ്ക്കും വരുമാനത്തിന് കുറവുള്ള ഒരു കാലഘട്ടം, സ്മാർട്ട് ഫോണിന്റെ സഹായം തേടേണ്ട ഒരു കാലഘട്ടം, ഇന്റർനെറ്റിന്റെ സഹായം തേടേണ്ട ഒരു കാലഘട്ടം. ആ സഹായ പ്രയാസങ്ങൾക്കെല്ലാം നടുവിലും നന്നായി പഠിച്ചിട്ട് എല്ലാ വിഷയങ്ങളിലും A+ നേടുന്നതിനപ്പുറം എന്ത് മെറിറ്റാണ് കേരളത്തിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടത്? സാർ, അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന 140 MLA മാർക്കും വളരെ കൃത്യമായിട്ട് അറിവുണ്ടാവും സാർ.
അവരവരുടെ ഓഫീസുകളിൽ, നിങ്ങളുടെ വീടുകളിൽ ഫുൾ വിഷയങ്ങൾക്കും A+ കിട്ടിയിട്ടും ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല, എന്തെങ്കിലും ചെയ്തു തരണമെന്ന് പറഞ്ഞ് ആദ്യത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് നിങ്ങളെ വന്ന് കുട്ടികൾ കണ്ടിട്ടില്ല എന്ന് എത്ര MLA മാർക്ക് ഇവിടെ പറയാൻ സാധിക്കും? സാറേ, കുട്ടിയുടെ കയ്യും പിടിച്ചോട്ട് രക്ഷിതാവ് ഓഫീസിൽ വന്നിട്ട് എല്ലാ വിഷയത്തിലും എന്റെ കുട്ടി A+ നേടിയിട്ടും ഒരു സീറ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്ന വിഷമത്തിന് എന്താ നമുക്ക് പറയാനുള്ള ഒരു മറുപടി? സാർ, ഇത് ഒരു സയന്റിഫിക് അപ്രോച്ച് ഈ വിഷയത്തിൽ വേണം. ഇപ്പൊ മലപ്പുറം ജില്ലയുടെ കണക്ക് ഇവിടെ അങ്ങ് സൂചിപ്പിച്ചു. സാർ, മലപ്പുറം ജില്ലയിൽ തന്നെ 2020 തന്നെ 98.82% വിജയ ശതമാനം കൂടുന്നു, A+ന്റെ എണ്ണം കൂടുന്നു. ഈ സീറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തന്നെ ഇഷ്ടപ്പെട്ട വിഷയം ലഭിക്കുന്നില്ല. ഒരു കുട്ടിക്ക് ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാൻ ആ കുട്ടി ചെയ്യേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഏറ്റവും മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അത് സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ടും ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട വിഷയം കിട്ടുന്നില്ല, ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ കിട്ടുന്നില്ല, ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പഠിക്കാൻ പറ്റുന്നില്ല, ഇഷ്ടപ്പെട്ട സ്കൂളിൽ പഠിക്കാൻ പറ്റുന്നില്ല, ചിലർക്ക് സീറ്റ് പോലും കിട്ടുന്നില്ല. സാർ, എന്തൊരു ഗുരുതരമായ പ്രതിസന്ധിയാണിത്. ഈ കുട്ടികൾ നേരിടുന്ന സാഹചര്യം, അവരുടെ മാനസിക പ്രയാസം. 75,554 കുട്ടികൾ ഉപരിപഠനത്തിന് മലപ്പുറത്ത് യോഗ്യത നേടി. സാർ, ആകെ മെറിറ്റിലെ സീറ്റ് 34,737 സാർ, മെറിറ്റിലെ സീറ്റ് 34,737 ഈ 75,000-ൽ പണം ഇല്ലാതെ പഠിക്കാൻ കഴിയാവുന്ന കുട്ടികളുടെ എണ്ണം പകുതിയിലധികം കുറവാണ് സാർ. നോൺ മെറിറ്റ് വിഭാഗത്തിലുള്ളത് 18,000 സീറ്റും. സാർ, അങ്ങനെ വരുമ്പോഴും 22,302 സീറ്റ്, 20% സീറ്റ് കൂടിയാലും ഇപ്പോഴും ഈ പറയുന്ന വർധനവ് കഴിഞ്ഞാലും 11,684 സീറ്റിന്റെ കുറവ് ആ ജില്ലയിൽ മാത്രമുണ്ടെന്ന് പറയുമ്പോ 10,000-കണക്കിന് ആളുകളെ ബാധിക്കുന്ന, വിദ്യാർത്ഥികളെ ഭാവിയെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തെ സാർ സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ മാത്രം മാറ്റി നിർത്താൻ കഴിയോ? സാർ, സാമ്പത്തിക ബാധ്യത, സാമ്പത്തിക പ്രയാസങ്ങൾ സർക്കാരിനുണ്ടെങ്കിൽ അതിന്റെ ബാധ്യത എല്ലാ വിഷയങ്ങളിലും പഠിച്ചു പാസ്സായ കുട്ടികളുടെ തലയിൽ വെക്കുന്നത് ഈ സർക്കാർ ഒഴിവാക്കണമെന്ന് അവർക്ക് വേണ്ടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങ് ഗവൺമെന്റിനോട് ആവശ്യപ്പെടണം. അങ്ങ് പൊതുവിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലക്ക് അങ്ങ് പറയണം, ഇതിൽ വകുപ്പിന് കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല. ഗവൺമെന്റിന്റെ സാമ്പത്തിക ബാധ്യത കുറക്കാൻ ഒരാവശ്യത്തിനും ഉപയോഗിക്കാത്ത ഹെലികോപ്റ്ററിന് കൊടുക്കുന്ന വാടകയുടെ പരിഗണനയെങ്കിലും ഈ പഠിക്കുന്ന കുട്ടികളുടെ സീറ്റിന് കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് വിനീതമായി പറയാനുള്ളത്. സാർ, അങ്ങ് പറയണം, അങ്ങ് നിലപാടെടുക്കണം. അങ്ങ് തന്നെ ഇവിടെ മറുപടിയിൽ പറഞ്ഞു, ഫുൾ A+ കിട്ടിയ കുട്ടിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. സാർ, അത് ഗുരുതരമായ ഒരു പ്രശ്നമല്ലേ? അതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാൻ എന്താണ് ആ കുട്ടി ചെയ്യേണ്ടത്? എങ്ങനെയാണ് ആ കുട്ടിക്ക് ചെയ്യാൻ കഴിയുക? സാർ, പാലക്കാട് ജില്ലയിൽ 20% സീറ്റ് ഞാൻ പറഞ്ഞു വർധനമുണ്ടായാലും 4,598 സീറ്റിന്റെ കുറവ് വരും. സാർ, കണ്ണൂർ ജില്ലയിൽ 20% സീറ്റിന്റെ വർധനമുണ്ടായാലും പിന്നെയും 10,261 കുട്ടികൾക്ക് സീറ്റില്ലാതെ പോവാൻ. സാർ, കോഴിക്കോട് ജില്ലയിൽ 20% വർധനമുണ്ടായാലും പിന്നെയും 13,000 കുട്ടികൾക്ക് സീറ്റില്ലാതെ പോവുകയാണ്. സാർ, എവിടെ ഇവർ പോകുന്നു? ഇവരെവിടെ പോയി പഠിക്കും? സാർ, ഈ യോഗ്യത നേടിയ കുട്ടികൾ പിന്നെ എവിടെ പോയി പഠിക്കുമെന്ന് നമ്മുടെ മുമ്പിൽ ഒരു വിഷയമാണ്. അതേസമയം ഇപ്പോഴും 4,440 സീറ്റിന്റെ എക്സസ് പത്തനംതിട്ട ജില്ലയിലുണ്ട്. സാർ, ആലപ്പുഴയിൽ സീറ്റ് എക്സസ് ഉണ്ട്, ഇടുക്കിയിൽ സീറ്റ് എക്സസ് ഉണ്ട്, കോട്ടയത്ത് സീറ്റ് എക്സസ് ഉണ്ട്, എറണാകുളത്ത് സീറ്റ് എക്സസ് ഉണ്ട്. സാർ, കാസർഗോഡ് ജില്ലയിൽ 2,154 സീറ്റിന്റെ കുറവ്, വയനാട് പോലൊരു ചെറിയ ജില്ലയിൽ 1000-ലധികം സീറ്റിന്റെ കുറവ്. ഇതിനെ സയന്റിഫിക് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതിന് പകരം ശാസ്ത്രീയമായി ഈ എക്സസ് ഉള്ള സ്ഥലങ്ങളിലെ ബാച്ചുകൾ ഷിഫ്റ്റ് ചെയ്ത് ഈ കുറവുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിന് പകരം എല്ലായിടത്തും 10-ഉം എല്ലായിടത്തും 20-ഉം എന്ന ഒരു പൊതു പ്രഖ്യാപനം കൊണ്ട് ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ കഴിയില്ല എന്ന് ഈ സഭയിൽ പ്രതിപക്ഷം ഇതിനു മുമ്പ് പറഞ്ഞതും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അന്ന് ഇതിനെ ഒരു സ്റ്റേറ്റ് യൂണിറ്റായി കാണരുത് എന്ന് ആ വാക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇവിടെ സൂചിപ്പിച്ചിട്ടും അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് പകരം പ്രവേശനത്തിന്റെ തോത് വെച്ചുള്ള കണക്കുകൾ കൊണ്ട് ഇനിയും ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സാർ, ഇത് ഗൗരവതരമേറിയ വിഷയം തന്നെയാണ്. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 50-ലധികമാവുന്നതിനെതിരെ കോടതിയുടെ വിധികൾ പോലും നിലനിൽക്കുകയാണ്. സ്കൂളുകൾ തുറക്കാനായിട്ട് പോകുന്നു. ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഈ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ ആ സൗകര്യങ്ങൾ ഒരുക്കാൻ നമ്മുടെ സ്കൂളുകൾക്ക് സാധിക്കണ്ടേ? നമ്മുടെ ക്ലാസ് മുറികൾ പലരും ഇത്രയും സ്ട്രെങ്ത്തിന് വിഭാവനം ചെയ്ത് കെട്ടിയ ക്ലാസ് മുറികളല്ല. ആ ക്ലാസ് മുറികളിൽ ഈ കുട്ടികളെല്ലാവരെയും ഒരുമിച്ച് ഇരുത്തുമ്പോൾ അവർക്ക് പ്രയാസമുണ്ടാവുന്നില്ലേ? സാർ, അതുപോലെ തന്നെ പല ബാച്ചുകളും കൊടുത്തയിടങ്ങളിൽ വേണ്ടത്ര കുട്ടികളുടെ എണ്ണം കിട്ടാത്തതിന്റെ പേരിൽ അധ്യാപകരുടെ നിയമനം പോലും പ്രശ്നമായി നിൽക്കുന്ന അവസ്ഥകളുമുണ്ട്. സാർ, അപ്പോ ഒരു വശത്ത് എക്സസ് സീറ്റും
അതിനെ സയന്റിഫിക് ആയിട്ട് അപ്രോച്ച് ചെയ്യാത്തതിന്റെ പുറത്ത് ഇതിനകത്ത് ഏറ്റവും വലിയ വിഭജനം ഈ സഭ ശ്രദ്ധിക്കേണ്ടത്, സാർ, ഒരു പ്രദേശത്തെ ഫുൾ A+ നേടിയ ഒരു കുട്ടിക്ക് പോലും ഇഷ്ടപ്പെട്ട വിഷയമോ സ്കൂളോ പ്രദേശമോ കിട്ടാതെ നിൽക്കുന്നു. വേറൊരു പ്രദേശത്ത് സാർ ഈ വിഭജനം സഭ ഒന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭജനം, ഒരു പ്രദേശത്ത് അങ്ങനെ ഒരു വിഭജനം, ഒരു എക്സസ് സീറ്റ്. സാർ, ഞാൻ അവസാനിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ള സ്ഥലങ്ങളിൽ എത്രയോ മാർക്ക് കുറവുള്ള കുട്ടിക്ക് പോലും അഡ്മിഷൻ കിട്ടുമ്പോൾ വേറൊരു പ്രദേശത്ത് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത കുട്ടി പോലും പുറത്തു നിൽക്കുന്ന ഒരു അവസ്ഥ. സാർ, നമ്മളൊരു സ്റ്റേറ്റ് യൂണിറ്റ് ആയിട്ട് ഇതിനെ കാണുന്നത് കൊണ്ടുള്ള കുഴപ്പമാണ്. അത് അവസാനിപ്പിക്കണം. ഗവൺമെന്റ് സാമ്പത്തിക ബാധ്യതയുടെ പേരിലോ സമീപനത്തിന്റെ പേരിലോ ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാതിരിക്കരുത്. സഭ നിർത്തിവെച്ച CBSE ICSE സ്കൂളുകളിൽ നിന്നൊക്കെ കുട്ടി ഒരേ കാര്യമാണ് ആവർത്തിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി.